ബഹുമാനിയായിട്ടുള്ള ശ്രീമതി ദലീമ, അങ്ങക്ക് 7 മിനിറ്റ് സംസാരിക്കാം. സർ, ഈ ഉപധനാഭ്യർത്ഥനയെ ഞാൻ പൂർണ്ണമായി പിന്തുണയ്ക്കുന്നു സാർ. സാറ് കർഷകരോടുള്ള ആത്മാർത്ഥത കാരണം ഇപ്പോൾ ഇവിടെ കുറച്ച് പേരേ ഉള്ളൂ അപ്പുറത്തെ സൈഡിൽ. കുറച്ചുകൂടെ ആവാമായിരുന്നു, എല്ലാവരും ഇറങ്ങിപ്പോയി. സാരമില്ല സാർ. അകത്തു നിറഞ്ഞു നിൽക്കുന്ന സ്വാർത്ഥത മറ്റൊരാളെ ഭയക്കുന്നു. കയ്പനുഭവങ്ങളിലൂടെ കടന്നുപോയത് കൊണ്ട് മാത്രം നിങ്ങളുടെ നിലപാടുകൾക്ക് ചവർപ്പുണ്ടാകണമെന്നില്ല. പരിക്കേറ്റിട്ടും പ്രണയിക്കുന്നവരാണ് നമ്മൾ. ഈ എഴുത്ത് ഫാദർ ബോബി ജോസ് കട്ടിക്കാടിൻ്റെതാണ് സർ. ഞാൻ ബോബി ജോസ് അച്ഛൻ്റെ വാക്കുകളെ എന്നും പ്രണയിക്കുന്നവളാണ്. അകത്തു നിറഞ്ഞു നിൽക്കുന്ന സ്വാർത്ഥത മറ്റൊരാളെ ഭയക്കുന്നു എന്ന് ഇവിടെ ഞാൻ ചിന്തിക്കുമ്പോൾ എനിക്ക് പ്രതിപക്ഷത്തെയാണ് ഓർമ്മ വരുന്നത്. ഇവരെന്തിനാണ് സാർ ഇത്രയേറെ നമ്മെ ഭയക്കുന്നത്? സാർ, പ്രകൃതി ദുരന്തങ്ങൾ നമ്മുടെ കയ്പനുഭവങ്ങളല്ലായിരുന്നു. ആ ആപത്ത് കാലത്ത് തണലായി തീർന്നതല്ലേ ഇടതുപക്ഷ പിണറായി സർക്കാർ. അതൊരു അസാധാരണ സംരക്ഷണത്തിൻ്റെ ഓർമ്മപ്പെടുത്തൽ കൂടിയല്ലേ സാർ. നന്ദിയുള്ളവർ എന്നും ആപത്തിൽ തണലായവരെ എടുക്കും. ജനങ്ങൾ നന്ദിയുള്ളവരാണ് എന്ന് പൂർണ്ണമായിട്ട് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. സാർ, എൻ്റെ നാട്ടിലൊരു അന്തോണി ചേട്ടനുണ്ടായിരുന്നു. തീരെ നിർധനരായിരുന്നുവെങ്കിലും എന്ത് ഭക്ഷണം മക്കൾക്കുണ്ടാക്കിയാലും അതിൽ നിന്ന് കുറച്ചെടുത്ത് കൊച്ചിനെന്ന് പറഞ്ഞ് എനിക്ക് കൊണ്ടുവന്ന് തരുമായിരുന്നു. ഇദ്ദേഹം ഒരു സഖാവായിരുന്നു. അതിന് കാരണം പറഞ്ഞത് 10 സെൻറ്റ് സ്ഥലവും അതിൽ ജീവിക്കുവാൻ ഒരു കൂരയും ഉണ്ടായെങ്കിൽ അത് ഇടതുപക്ഷ സർക്കാർ ഭരണത്തിലേറിയ ശേഷം കിട്ടിയതാണെന്ന് അദ്ദേഹം പറയുമായിരുന്നു. ആയതിനാൽ ഞാൻ ശക്തനായ ആ സഖാവാണെന്ന് അദ്ദേഹം നെഞ്ചിൽ കൈവച്ച് ആ മനുഷ്യൻ എന്നോട് പറയുമായിരുന്നു. പണമുള്ളവൻ്റെ പിന്നാമ്പുറങ്ങളിൽ ഞെരുക്കുന്ന ജീവിതം പേർന്നവരായിരുന്നു എൻ്റെ സഖാക്കൾ. അന്ന് ഞാൻ എഴുതിയ ഒരു കവിതയിൽ ബന്ധങ്ങളേറെ പ്രതാപികളെങ്കിലും കണ്ടനുകമ്പ ചൊരിഞ്ഞില്ലൊരുത്തനും ബന്ധം പറയുവാൻ വല്ലാതെ ക്ലേശിച്ചു കണ്ടില്ല എന്നു നടിച്ചു നടന്നവർ എച്ചില് പോലും കൊടുക്കുവാൻ ശുഷ്കിച്ച അത്ര ധനാട്യരാണ് ഏറെയും ബന്ധങ്ങളെന്ന് അന്ന് ഞാൻ എഴുതി വെച്ചു. ഈ ചേട്ടൻ്റെ ദുഃഖം കണ്ടാണ്. ഈ ഭൂമിയിൽ അവകാശങ്ങൾ തുല്യമായി അനുഭവിച്ച് കടന്നു പോകേണ്ടവരാണ് നമ്മൾ ഓരോരുത്തർ സർ. പക്ഷേ പാവങ്ങളെന്ന് കുറേ മനുഷ്യരെ തള്ളി അവരുടെ അവകാശങ്ങൾക്ക് തടയിട്ട് വളർന്നു പൊങ്ങുന്നു. പക്ഷേ ഇടതുപക്ഷ സർക്കാർ ഈ പാവങ്ങളെ ചേർത്ത് നിർത്തിയ അതാണ് യഥാർത്ഥ മനുഷ്യർ. ഏതായാലും ഒരു സംസ്ഥാനത്തിൻ്റെ വികസനം എങ്ങനെയായിരിക്കണമെന്ന് സർക്കാർ ഏകപക്ഷീയമായി തീരുമാനിക്കുകയല്ല ചെയ്തത്. മറിച്ച് ജനങ്ങളുടെ പ്രശ്നങ്ങളും വിഷമതകളും ആഗ്രഹങ്ങളും അറിഞ്ഞുകൊണ്ട് അതിലൊരു രൂപരേഖ തയ്യാറാക്കുവാനാണ് നമ്മുടെ സർക്കാർ തുനിഞ്ഞത്. അതായിരുന്നു നമ്മുടെ നവകേരള സദസ്സ്. അതിലൊരു തെറ്റിദ്ധാരണ പ്രതിപക്ഷത്തിനുണ്ടെങ്കിലും ജനങ്ങൾക്ക് ആ ധാരണയില്ല. കാരണം ഒട്ടനവധി പ്രകൃതി ദുരന്തങ്ങൾ നമ്മെ വേട്ടയാടുന്നതിന് മുന്നേ സുസ്ഥിരമായ വികസന പ്രവർത്തനങ്ങളാണ് കേരളത്തിൽ നടന്നത്. ഇത് സത്യമായൊരു കാര്യമാണ്. ഇത്രയേറെ പ്രതിസന്ധികൾ ഉണ്ടായിരുന്നിട്ടും സമസ്ത മേഖലയിലും ഇന്നും വികസന പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. കാരണം എൻ്റെ മണ്ഡലത്തിൽ ധാരാളം വികസന പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. ഈ വികസനക്ഷേമ പ്രവർത്തനങ്ങളിൽ ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങൾക്കാകെ മാതൃകയാകും വിധം മുന്നേറുകയാണ് നമ്മുടെ കേരളം. കേന്ദ്ര സർക്കാരിൻ്റെ തന്നെ നീതി ആയോഗ് സൂചികയിൽ ഇന്ത്യയിൽ ജനജീവിത നിലവാരത്തിൽ 1-ാം സ്ഥാനത്താണ് നമ്മൾ നിലകൊള്ളുന്നത്. മറ്റ് സംസ്ഥാനങ്ങളുമായി കേരളത്തെ താരതമ്യം ചെയ്താൽ നമ്മുടെ ആരോഗ്യം, വിദ്യാഭ്യാസം, ജീവിത നിലവാരം എത്രയോ ഉയരങ്ങളിൽ നിൽക്കുന്നു. ആരോഗ്യ മേഖലയിൽ നാം കൈവരിച്ച നേട്ടങ്ങൾ ലോകശ്രദ്ധ നേടിയവയാണ്. പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ മുതൽ മെഡിക്കൽ കോളേജുകൾ വരെ എത്ര പുരോഗതികളാണ് ഈ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ളത് സർ. അതിൻ്റെ തെളിവായ ഓരോ മണ്ഡലങ്ങളിലുമുള്ള ആശുപത്രികളുടെ വികസനം മാത്രം എടുത്താൽ മതി. ഞാനിപ്പോൾ ചെറിയൊരു സ്കാനിങ്ങിന് പോയിച്ചു വന്നാണ് നമ്മുടെ ജനറൽ ആശുപത്രിയിൽ. എത്രയോ മനുഷ്യരാണ് അവിടെ കൂടുന്നത്, എത്രയോ മനുഷ്യർ. ഇതൊരു വികസന പ്രവർത്തനം അല്ലേ ഇതവിടെ നടക്കുന്ന എത്രയോ മഹത്തായ പ്രവർത്തനങ്ങളാണ് അവിടെ നടക്കുന്നത്. ഓരോ മനുഷ്യർക്കും അവിടെ ആരോഗ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ഓരോ മനുഷ്യർക്കും സമയമില്ല ആരെയും നോക്കുവാൻ. അത്രയും തിരക്കും തിക്കുമാണ്. മനുഷ്യർ നിരനിന്ന് മരുന്ന് മേടിക്കാൻ നിൽക്കുന്നവരുടെ ഇത് കാണുന്നില്ല എല്ലാവരും. ഏതായാലും അതൊരു വലിയൊരു മാറ്റമാണ് നമ്മുടെ നാട്ടിലുണ്ടാക്കിയത്. ആരോഗ്യ മേഖലയിൽ ഇനിയും മാറ്റങ്ങൾ നമുക്കുണ്ടാക്കുവാൻ കഴിയും. എൻ്റെ മണ്ഡലത്തിലെ തുറവൂർ താലൂക്ക് ആശുപത്രി വലിയ വികസന പ്രവർത്തനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടെങ്കിലും കെട്ടിട ഉദ്ഘാടനത്തോടനുബന്ധിച്ച് കൂടുതൽ ഡോക്ടർമാരെയും മറ്റ് ആരോഗ്യ പ്രവർത്തകരെയും അവിടെ വേണ്ടിവരും. ഇതിനാവശ്യമായ ഇടപെടൽ ഉണ്ടാവണമെന്ന് ഞാൻ ഇതിൽ അഭ്യർത്ഥിക്കുന്നുണ്ട്. മറ്റു സംസ്ഥാനങ്ങളിൽ ദേശീയപാത വികസനം പിന്നോക്കമായപ്പോൾ കേരളത്തിൽ സംസ്ഥാന സർക്കാർ മുൻകൈയെടുത്ത് ദേശീയപാത വികസനത്തിന് ആവശ്യമായ ഭൂമി ഏറ്റെടുപ്പിന് ഉള്ള ചിലവിൻ്റെ 25% നൽകി നാടിൻ്റെ വികസനം സാധ്യമാക്കി. അതിൽ ഞാൻ അഭിമാനിക്കുന്നുണ്ട് സാർ. ഒരിക്കലും കേരളത്തിൽ നടക്കുകയില്ല എന്ന് പറഞ്ഞ വികസനമാണ് ദേശീയപാതയിൽ സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്നിരുന്നാലും ദേശീയപാത വികസന അതോറിറ്റിയുടെ ശ്രദ്ധക്കുറവ് മൂലം
അരൂർ മുതൽ തുറവൂർ വരെയുള്ള പ്രദേശത്തെ ജനങ്ങൾ വളരെ ബുദ്ധിമുട്ടിലാണ്. ഞാൻ മുന്നേ അത് സബ്മിഷനിലൂടെ അവതരിപ്പിച്ചതാണ്. ശാശ്വതമായ പരിഹാരം അതിന് ഉണ്ടാവണം എന്നുകൂടെ ഇതിൽ പറയുകയാണ്. ഇതുപോലെ തന്നെ ഗതാഗത മേഖലയിൽ വലിയ മാറ്റം ഉണ്ടാക്കിയിട്ടുണ്ട് സർ. എൻ്റെ മണ്ഡലത്തിലെ ഭൂരിഭാഗം പ്രദേശങ്ങളും വേമ്പനാട്ട് കായലും അതിൻ്റെ കൈവഴികളും നിറഞ്ഞതാണ്. ഈ പ്രദേശങ്ങളിലെ ജനങ്ങൾ കൂടുതൽ വർഷങ്ങളായി ആശ്രയിക്കുന്ന ജലഗതാഗതമാണ്. ജലഗതാഗതത്തെ ടൂറിസവുമായി ബന്ധപ്പെടുത്തിയാൽ മണ്ഡലത്തിൽ വലിയ വികസന സാധ്യത നമുക്ക് ചെയ്യുവാനായിട്ട് സാധിക്കും. കാരണം കൊച്ചിയുടെയും എറണാകുളത്തിൻ്റെയും കോട്ടയത്തിൻ്റെയും ഏറ്റവും അടുത്ത് കിടക്കുന്ന പ്രദേശമാണ് അരൂര്. ദേശീയപാതയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് വലിയ ട്രാഫിക് ബ്ലോക്കുകൾ ഉണ്ടാകുന്നുണ്ട്. അതിന് പരിഹാരമായി മണ്ഡലത്തിലെ കിഴക്കൻ ഭാഗങ്ങൾ ജലഗതാഗതം കൂടുതലായി ഉപയോഗിച്ചാൽ എറണാകുളത്തേക്ക് പോകേണ്ട ജനങ്ങൾ വലിയ ആശ്വാസമായിരിക്കും. കൂടാതെ ടൂറിസം കേന്ദ്രീകരിച്ചുകൊണ്ട് പെരുമ്പളം, അരൂർ, അരൂക്കുറ്റി പ്രദേശങ്ങളിലൂടെ എറണാകുളത്തേക്കും കൊച്ചിയിലേക്കും യാത്ര ചെയ്യുവാൻ വലിയ സൗകര്യമായിരിക്കും. ഇത് ടൂറിസം രംഗത്തെ പുത്തൻ ഉണർവായിരിക്കും സർ. എൻ്റെ മണ്ഡലത്തിലെ ഭൂരിഭാഗം പ്രദേശങ്ങളും പൊക്കാളി പാടശേഖരങ്ങളും കൈത്തോടുകളും നിറഞ്ഞതാണ്. ഒരു കാലഘട്ടത്തിൽ നെല്ലും തെങ്ങും കവുങ്ങും ആയിരുന്നു ഞങ്ങളുടെ കൃഷി. ഇന്ന് കാർഷിക മേഖലയിലെ മറ്റ് പ്രദേശങ്ങൾ പോലെ തന്നെ പിന്നോക്കം പോയിരിക്കുകയാണ് സർ. ഈ പാടശേഖരങ്ങളെല്ലാം ബണ്ട് കെട്ടി സംരക്ഷിക്കുകയും നമുക്ക് ഫാം റോഡുകൾ അവിടെ ആവശ്യമായിട്ട് വരുന്നുണ്ട് സാർ. ധാരാളം ദേശാടന കിളികൾ അവിടെ വരുന്നൊരു പ്രദേശമാണ്. നമുക്ക് ടൂറിസത്തിൻ്റെ വളർച്ചയ്ക്കും വളരെ മനോഹരമായ പ്രദേശമാണ് എൻ്റെ നാട് സാർ. ശുദ്ധജല വിതരണം ഉറപ്പാക്കുന്ന നടപടികളുമായി സംസ്ഥാന സർക്കാർ എത്രയോ ഏറെ മുന്നിലാണെന്നുള്ളത് അഭിമാന അർഹമാണ്. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ജപ്പാൻ കുടിവെള്ളം നമ്മളുടെ ഈ പണികളുമായിട്ട് ബന്ധപ്പെട്ട് പൊട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ തീരദേശത്ത് കിടക്കുന്ന ജനങ്ങൾക്ക് കുടിവെള്ളം എത്താത്ത ഒരു സംവിധാനമുണ്ട്. നമുക്കവിടെ തുറവൂർ പോലെയുള്ള പഞ്ചായത്തുകളിൽ ടാങ്ക് നിർമ്മിക്കുകയാണെങ്കിൽ വളരെയധികം മാറ്റം ഉണ്ടാക്കുവാൻ സാധിക്കും. കേരളത്തെ ഒരു ശത്രുരാജ്യത്തെ എന്ന പോലെ കേന്ദ്രം ഭരിക്കുന്ന BJP സർക്കാർ പരിഗണിക്കുന്നത് നിരന്തരമായ കേരളത്തിനെതിരായ ശത്രുതാപരമായ സമീപനമാണ് അവർക്കുള്ളത്. ഈ സാമ്പത്തിക പ്രതിസന്ധിയിലും കേന്ദ്ര ഗവൺമെൻറ് ഗവർണറെ ഉപയോഗപ്പെടുത്തി സംസ്ഥാന സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളെ ദുർബലപ്പെടുത്തുക എന്ന ചിറ്റമ്മ നയമാണ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഭരണഘടനാപരമായ കാഴ്ചപ്പാടുകളെ കാറ്റിൽ പറത്തി നിയമസഭ പാസാക്കുന്ന ബില്ലുകൾ പോലും ഒപ്പിടാതെ കാലതാമസം വരുത്തുന്ന നടപടികളാണ് കേരളത്തിൽ അരങ്ങേറുന്നത്. സംസ്ഥാന സർക്കാരിനെ രാഷ്ട്രീയ താല്പര്യത്തോടു കൂടി കണ്ട് ദുർബലപ്പെടുത്തുന്നതിന് സാമ്പത്തിക പ്രതിസന്ധി സൃഷ്ടിച്ച് ഇടതുപക്ഷ സർക്കാർ പ്രതിസന്ധിയിലാണെന്ന് പറഞ്ഞ് പരത്തുന്ന തന്ത്രമാണ് BJPയും UDFും സ്വീകരിക്കുന്നത് സാർ. ഇതൊരു ഫെഡറൽ സംവിധാനത്തിനോടുള്ള വെല്ലുവിളിയല്ലേ സാർ? ഏതായാലും കേന്ദ്ര വികസന പദ്ധതികളിൽ കേരളം തുടർച്ചയായി അവഗണിക്കപ്പെടുന്നു. നിയമാനുസൃതമായും ഭരണഘടനാപരമായും നമുക്ക് ലഭിക്കേണ്ടതെല്ലാം പലപ്പോഴും ഇപ്പോൾ നിഷേധിക്കപ്പെടുകയാണ് സാർ. എങ്കിലും ഈ അവഗണനയെല്ലാം മറികടന്നുകൊണ്ട് ജനങ്ങളോടുള്ള കടമകളും നിർവഹിക്കുന്നതിൽ സമസ്ത മേഖലയിലും വികസന പ്രവർത്തനങ്ങൾ ഒരു കുറവും വരുത്താതെ നിർവഹിക്കുന്നതിന് മുന്നേറുന്ന സർക്കാരിനെ ഒരിക്കൽ കൂടെ അഭിനന്ദിച്ചുകൊണ്ട് ഈ ഉപധനാഭ്യർത്ഥനയെ ഞാൻ പിന്തുണയ്ക്കുകയാണ്.